നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് കോൺഗ്രസ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിന് വളരെ നല്ല ഒരു മുഖ്യമന്ത്രി ലഭിച്ചിരിക്കുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും നമുക്ക് ലഭിക്കാതെ പോയൊരു മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹം ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കെ മുരളീധരൻ തന്നെയാണ്. കെ മുരളീധരനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലുള്ള പ്രാഗൽഭ്യം വളരെ പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു പത്രസമ്മേളനം ഒരു ഇൻഡിവിജ്വലായിട്ട് നടത്തുകയാണെങ്കിൽ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവല്ല എന്ന രീതിയിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന രീതിയിലോ ഒന്നും അല്ലാതെ ഒരു സാധാരണ നേതാവിൻ്റെ ഒരു പത്രസമ്മേളനം വിളിക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും കൂടുതൽ ജനങ്ങളുടെ ഒരു ഇഷ്ടം ഉണ്ടാകുക? അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ മുരളീധരനെ കാണാൻ പറ്റും. അതുമാത്രമല്ല, കോൺഗ്രസ് എപ്പോഴെങ്കിലും ഒരു പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ എപ്പോഴും ധൈര്യമായിട്ട് മുന്നോട്ടിറങ്ങി വന്ന ഒരു നേതാവ് അത് മുരളീധരനാണ്. ഇതിനു മുമ്പ് നേമത്താണെങ്കിലും വട്ടിയൂർക്കാവാണെങ്കിലും വടകരയാണെങ്കിലുമൊക്കെ അത് നമ്മൾ കാണുകയുണ്ടായി. അവസാനം തൃശ്ശൂരും നമ്മൾ കാണുകയുണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർ ഇദ്ദേഹത്തെ യഥാർത്ഥത്തിൽ ജയിപ്പിക്കാനാണോ വിളിക്കുന്നത് അല്ലയോ എന്നും പോലും നോക്കാതെ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം മുന്നോട്ടിറങ്ങി വരുന്ന ഒരു വ്യക്തിയാണ്. ശരിയാണ്, അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്ത് പോവുകയുണ്ടായി, വേറെ പാർട്ടി രൂപീകരിക്കുകയുണ്ടായി. അങ്ങനെയുള്ള ചില നെഗറ്റീവ് മാർക്കുകൾ അദ്ദേഹത്തിന് വന്നിട്ടുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടെ ആരും പരിഗണിക്കാതെ പോയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹം മീഡിയയെ ഹാൻഡിൽ ചെയ്യുന്നത്, അദ്ദേഹം മറ്റ് നേതാക്കളെ ഹാൻഡിൽ ചെയ്യുന്നത് ഒക്കെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം വളരെ പക്വത വന്നിട്ടുള്ള ഒരു നേതാവായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ലഭിക്കാതെ പോയ ഒരു മുഖ്യമന്ത്രിയാണ് കെ മുരളീധരൻ. അദ്ദേഹത്തിനെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും, അത് CPM എന്നോ CPI എന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് അദ്ദേഹം. നമുക്ക് നിശ്ചയമായും നഷ്ടപ്പെട്ട ഒരു മുഖ്യമന്ത്രി എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.